ഫ്രണ്ട്സ്, ആരീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ്, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കണ്ടേ. ഇനി നമുക്കൊരു മീൻ ഫ്രൈ എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത്, ഈസി മാത്രമല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടണം, അതിന് റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതേ അളവിൽ തന്നെ കുരുമുളക് പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 5-8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ നീരുകൂടി എടുക്കണം. പിന്നെ നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നന്നായിട്ട് പിഴിഞ്ഞ്, ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ, പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ഇതിൻ്റെ നീരൊഴിക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കിത് എല്ലാം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. ഒരല്പം വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത്, ചെറുനാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഇതിനകത്ത് ചേർത്തിനകത്തേക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇതിനു മുമ്പ് നിങ്ങൾ ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആണോ എന്നും കൂടി നോക്കണം. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഞാനൊരു 5 പിലോപ്പി മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇത് ഒരു അരമണിക്കൂറോളം ഫ്രീസറിൽ വെക്കരുത്, ഒരിക്കലും താഴത്ത് വെച്ച് ഒന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം അരമണിക്കൂറോളം ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിനകത്തേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പ്രത്യേക ടേസ്റ്റാണ് വേപ്പില ഈ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആകുമ്പോൾ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി നമുക്ക് മൊരിച്ചെടുക്കാം. നമുക്ക് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത സൈഡിലേക്ക് മറിച്ചിടാം. നമ്മുടെ മീൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ, നമ്മുടെ വളരെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.